എന്താണ് അതിൽ വാക്കി ടോക്കി ഉണ്ട് കയറി വരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതിന് മുന്നേ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോ നമ്മളിന്ന് വ്ളോഗ് എടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇൻട്രോ ലാസ്റ്റ് ആണ് പറയണത്. അപ്പോ ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പറയട്ടെ. അപ്പൊ ഞാനൊരു വ്ളോഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഇനി ഇതുപോലത്തെ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് എങ്ങനെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. അതെ, കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക, അതിന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഷോർട്സും വരും. അപ്പോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടിട്ട് വരി. ഹലോ ഗൈസ്, ഇതാണ് ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയണ ഞാൻ ചോദിച്ചിട്ട് പറയാം, നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ. ഇന്നലെ ഒരു പുലർച്ചെ 3 മണി 4 മണിയാകുമ്പോൾ കയറിയതാണ്. എന്നിട്ട് നമ്മളിവിടെ കിടന്നിട്ട് കാറിൽ കിടന്നുറങ്ങി. അപ്പം നേരം വിളിക്കുമ്പോൾ നീച്ചു. ഇപ്പോൾ ഇത് ഇറങ്ങുകയാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി അടുത്ത ഓഫ് റോഡ് പിടിക്കണം. വിഷ്വൽസൊക്കെ നമ്മൾ കാണിക്കാം. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഷോർട്സ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി വിഷ്വൽസൊക്കെ ഇനി ഓഫ് റോഡ് വരുമ്പോൾ കാണിക്കാം. നമ്മളിപ്പോൾ ഇറക്കാൻ പോവാണ്. ഞാൻ ഇറക്കണ വിഷ്വൽസ് മൊത്തം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ ഞാനുണ്ട്. അവിടെ ഡൈവേഴ്സ് ഫൽബർ. താങ്ക് യു. നമ്മൾ ഓൾമോസ്റ്റ് താഴോട്ട് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ടൈം കൂടി ഉള്ളൂ താഴോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇനി അടുത്തത് നമ്മളൊന്ന് ഫ്രഷായി റൂം എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഓഫ് റോഡ്. അതിപ്പോൾ അതെങ്ങോട്ടാന്ന് ഞാൻ പറയാം, നിങ്ങൾ കാണി. അപ്പോൾ ലാസ്റ്റ് ടൈം കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുണി കഴിഞ്ഞു, ഫിനിഷായി, ക്ലിയർ റോഡായി. നമ്മുടെ സുവേല് ഫ്രണ്ടിൽ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കയറുമ്പോൾ നമ്മളെക്കാൾ കൂടിയിട്ടാണ് റൂട്ടൊക്കെ നോക്കിയിരുന്നത്. കയറുമ്പോൾ വ്ളോഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോഴാണ് വ്ളോഗ് എടുക്കുക എന്നുള്ള മൈൻഡ് ആയത്. ഒരു വ്ളോഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ചടപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിഷ്വൽസ് ഒന്നും ഞാൻ കാണിച്ചു തരാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇറങ്ങി ഫ്രഷ് ആവണു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കുന്നു. അടുത്തൊരു സ്ഥലം പിടിച്ചു നോക്കിയില്ല. ആ റൂട്ട് കയറാന്നൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇതുവരെ കയറിയിട്ടില്ല. ഇതിന് മുന്നേ നമ്മളൊരു 3-4 വട്ടം കണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ റൂട്ടൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഏതായാലും കയറി വെക്കാം. ഇത് കേരളാവും ഈ റോഡല്ലേ നമ്മളവിടെ നിന്ന് മോളിൽ നിന്നുണ്ടായിരുന്നത്. ഇതല്ലേ ഒറ്റ മൈൻഡാണ്ട് മൂഞ്ചി. ഇവിടെ കൊള്ളാലേ പയ്യനോടാ നിൽക്കുന്നു. ഈ ചെക്കൻ്റെ കൂടെ ഒറ്റക്കൂടെ വരണ്ടോ ഓഫ് റോഡ് അടിക്കണ്ടോ? ഓഫ് റോഡ് വരാൻ വരണ്ടോ? ഈ പിള്ളേരെ തട്ടിക്കൊണ്ടിരുന്നു. വരണ്ടടാ, നീ അവിടെ ഇരുന്നോ. ഫ്രഷ് അപ്പ് ആവാൻ പറ്റിയ റൂം എന്തെങ്കിലും കിട്ടുമോ? ഫ്രഷ് അപ്പ് ആവാൻ പറ്റിയ കുളിക്കാൻ വേണ്ടിട്ട് വാഗമണ്ണിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാണാവോ? 4 കിലോമീറ്റർ. ഫ്രണ്ടിലിരിക്കാം. പിന്നെ എന്റെ സീറ്റ് ചേഞ്ച് ആയി. ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യും.
ഫ്രഷ് അപ്പ് ആവാൻ റൂം എടുത്തിട്ടുണ്ട്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിലാളുണ്ട്. സേഫാ. ഓ അതാ നമ്മുടെ റൂം. അത്യാവശ്യം പേർക്ക് വെറുതെ നമ്മള് ഓർത്തിക്കല്ല ആച്ച. തുറക്കൂ. എന്താ ഹലോ അതൊന്നുമല്ലേ? അപ്പൊ ഇതോ അതെന്റെ നമുക്ക് ബാത്റൂം റിവ്യൂ ചെയ്യാം. നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ഹീറ്റർ ഉണ്ട്, 2 ഡോർ വിൻഡോ ഉണ്ട്. ഇത് നമുക്ക് ഒരു മിറർ വിത്ത് ഷെൽഫ് വരുന്നുണ്ട്. നീല ബക്കറ്റ്. നമ്മളിഞ്ഞ് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഉറുമ്പിക്കര കയറാനാണ് പ്ലാൻ. അപ്പോ ബാക്കി വിഷ്വൽസ് പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ബാക്കി വിഷ്വൽസ് നമ്മൾ ഇനി ഉറുമ്പിക്കര കയറുമ്പോൾ കാണിക്കാം റെഡി ആയിട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കുന്നു, നേരെ കയറുന്നു. നമുക്ക് ഒട്ടും ടൈമില്ല, നമ്മൾ ഡയറക്റ്റ് നേരെ കയറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി ഇതാ ഉറുമ്പിക്കര കയറിയോണ്ടൊക്കെയാണ് ഫുഡ് കഴിച്ചു. ആദ്യമായിട്ടാണല്ലോ ഞങ്ങളോട് ഓഫ് റോഡ് പറയാനുള്ളത്. വളരെ നല്ല എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ചെറിയ സ്റ്റാർട്ടറാണ്. എക്സ്പെക്ട് ചെയ്തിരുന്നോ? പക്ഷെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായി. ഉറുമ്പിക്കര പോയിട്ട് ബാക്കിയുള്ള കാണാം. നമ്മള് ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അതൊക്കെ തീരും. അപ്പൊ നമ്മൾ പറ്റുകയാണെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ചെയ്യാനുള്ള ഉണ്ടാവും മിക്കതും. പക്ഷെ അത്യാവശ്യം ലോങ് നമ്മൾ ഓഫ് റോഡ് കയറുന്നുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് ഇനി കേറാൻ സമയത്ത് കാണാം. ഓക്കെ ബൈ. കഴിഞ്ഞ പോലല്ല, ഒന്നുകൂടി ടഫ് ആയിക്കണോ? അതിന് കഴിഞ്ഞോട്ടം വന്നിക്കണ വേടായോ? മസ്റ്റ് ട്രൈ. എന്തിന്റെ പേര്? ഉറുമ്പിക്കര. അതെ അതെ. നമ്മളിപ്പോ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. സ്റ്റാർട്ടിങ്ങോ? സ്റ്റാർട്ടിങ് അല്ല, ഒരു കാഭാഗം. നമ്മളൊരു കാവാങ്ങി കയറി. പക്ഷെ ഇപ്പൊ വ്ളോഗ് സ്റ്റാർട്ട് ആക്കണേ ഒന്ന് വൈകി ബട്ട് വെർത്താണ്. വിഷ്വൽസ് ഒക്കെ നമ്മൾ കറക്റ്റ് കാണിക്കാം. എന്തായാലും വരണം, ഇത് കേറണം. ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഇതിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ഡ്രൈവർ അർഷാദാണ്. അർഷാദ് ഡ്രൈവർ സുഖി ഷെരീഫ് മെയിൻ കക്ഷിയാണ്. അതെങ്ങനെ? പക്ഷെ വ്യൂ ഉണ്ടല്ലോ, ഒരു 1.5 വ്യൂ. നിങ്ങൾ ഫോണിൽ എത്രത്തോളം കാണുന്നതൊക്കെ അറിയില്ല, പക്ഷെ വ്യൂ ടോപ്പ്. നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. വണ്ടി കയറി വരുന്നു. കുറച്ച് ടഫ് റോഡാണ്. നമുക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ വാക്കി ടോക്കി ഉണ്ട്. ഇതിൽ വേണം കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ. കുറച്ച് ലോങ് ആണെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അത് പക്ഷേ അതിലടാ പറയണത് ടയർ അവിടെ ഇവിടെ കേറി പക്ഷെ ടയർ ആ ഭാഗത്തേക്ക് ഇറങ്ങി അടി ഇവിടെ ടച്ച് ആവൂലെന്ന് ചോദിക്കണം. ഇതല്ല അടി അടിക്കും. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഇതുമ്മ കൂടെ കയറി പോണം, ഈ കല്ലുമ്മ കൂടെ കയറി പോണം. ഇങ്ങനെ എടുത്തൂടെ? ഇവിടെ കേറിട്ടേ ഈ കല്ലുമൂല് വീല് ബാക്കി ഇങ്ങനെ കണ്ടോ?
ഇതിലിടരുത്, ഈ കല്ല് വരണം. തട്ടാൻ പ്രശ്നമാവും തോന്നുന്നു. അവിടെ സ്ലിപ്പായ ഇത് നമുക്ക് വരും. ഷെരീഫ് ഒന്ന് കേറിക്കുള്ളില് ആ സൈഡ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോ, കുറച്ച് നോക്കിട്ട്. ആ ഓക്കെ. നിക്ക് അവമ്മ കൂടെ കയറ്റാ. ഈ കല്ലുമ്മ കൂടെ കയറ്റാൻ പറയും. ഏത് അല്ല, ഈ കല്ലുമ്മ കൂടെ കേറി ഒരു സുഖമായി. ബാക്ക് പോ, ഒന്നുകൂടി ബാക്ക് പോ. പോട്ടെ പോട്ടെ പോട്ടെ, നീങ്ങുള്ളൂല്ലോ, ബാക്ക് പോയില്ല. വ്ളോഗിലായി. അടിച്ചോ, മാറി. അതൊക്കെ കിട്ടി, കണക്ക് കിട്ടിണ്ട്. ആ എന്താണ്? പോട്ടെ. കേറി വാ. ഈ സൈഡ് അതിന്റെ ആക്കല്ലേ, അവിടെ വലിയൊരു കല്ലുണ്ടാ. ഈ ബാക്ക് വാ. ഞങ്ങളുടെ കൈ നോക്കട്ടെ. അത് പണി നിർത്തില്ല. കേറി കൊറേ കെട്ട് വരിഞ്ഞു. അതല്ലേ, പോട്ടെ. ബാക്കില് എടുക്കാൻ പറ്റിയില്ല. അതെ അന്നേരം വർത്താണ്. വെറുതെ വണ്ടിയിൽ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇറങ്ങി പണിയെടുക്കണം. നല്ല സംഭവമായിട്ട് കേറിപ്പോളൂ. വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്കറിയില്ല, പക്ഷെ ടഫാണ്. കുറച്ച് പണിയുണ്ട് ഇത് കയറി പോവാൻ. പ്രത്യേകിച്ച് വൈറ്റ് ഷൂ വന്നിട്ട് കണ്ടറിയരുത്. കറുപ്പ് കാറ്റോട് അറിയും.
റെഡില്ലേ? ഷൂസ് ഒന്ന് കാണിക്കൂ. ഷൂ ബ്ലാക്ക് ബ്ലാക്ക് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വെള്ളപ്പനൊക്കെ തന്നിട്ട് തന്നെ. മറ്റേ കുരിശ് അല്ലേ? കുരിശോ? കുരിശ് ലാസ്റ്റിലേക്കല്ലേ? കുരിശൊക്കെ ലാസ്റ്റിലേക്കാ. അരുവി ചെയ്യണം. ലാസ്റ്റ് ഓഫറോട് കഴിഞ്ഞാൽ സമാധാനം പോകും. അതെ അതെ. റേഞ്ച് എവിടെയില്ല, ഇവിടുന്ന് ഇറങ്ങണം. റേഞ്ച് കൊടുത്തു. റേഞ്ചിന്റെ ആവശ്യം എന്താ പോകും ചോദിച്ചാണ്. ഇവിടെ നമ്മുടെ വണ്ടിയും ഈ ഓഫ് റോഡ് ട്രാക്കും അതാണ് മെയിൻ. ഇഷ്ടം പോലെ പണി ആവശ്യത്തിൽ കൂടുതൽ പണി പെട്ടുണ്ട്. പിന്നെ ഫോണിൽ ഇപ്പൊ നോക്കിയുള്ളത് ഇതെന്ത് തേങ്ങ. വഴി മാറിയിട്ടില്ലല്ലോ. വഴി മാറിയിട്ടൊന്നുമില്ല, അത് ഒറ്റ പേരിലുള്ളൂ. മഴ പെയ്ത് മണ്ണും കട്ടൊക്കെ ഇറങ്ങിക്കണം നന്നായിട്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മരം താപ്പട്ടെ. ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടാവും. മറ്റേ ആട് നോക്കാനോ മരത്തിൽ നോക്കാനോ മരത്തിനോ തോട്ടം നോക്കാൻ ഇവിടെ എളുപ്പപ്പെടും. അല്ല ഞാൻ അവരെ കല്ലും തെറിച്ചിട്ടേ വെറുതെ എന്തിനാ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് കയറിക്കോളാൻ പറയും. ട്രക്കിങ്ങിന് ഇറങ്ങിയാണെങ്കിൽ വരുമ്പോ ഈ ഏരിയ പോകുന്ന അറിയില്ല. ഇല്ലല്ല മറ്റോടത്ത് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇരുന്നോണ്ട് കയറുമ്പോ പക്ഷെ ഇറങ്ങാറാകുമ്പോ നമുക്ക് ഇത്ര ഓഫ് റോഡിങ് ഇല്ല. എന്തിനാ വീഡിയോ എടുക്കുന്നത്? നമ്മള് കുലിക്കാണ്. ഭയങ്കര കുലിക്ക. നമ്മൾ ആ അരുവിയുടെ അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾ ഏകദേശം പരിചോളത്തി ഉണ്ടാവൂലേ? ഒരു കലകളായി. നമ്മളിപ്പോ ഇവിടെ നിന്ന് നിർത്തി പോകാനുള്ള ഇതിലാണ് നിൽക്കണം. നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ അരുവിയിൽ നിർത്തിണ്ടായിരുന്നു. സ്പോട്ടാണ്. ഇപ്രാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ പാറയും കാര്യങ്ങളൊക്കെ